1,60,00,000 രൂപ ചെലവിലാണ് ഡ്രഗ്സ് ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന DDMS സോഫ്റ്റ്വെയർ KMSCL വാങ്ങിയത്. 1300ഓളം വരുന്ന ആശുപത്രികളിലേക്ക് മരുന്നും ഉപകരണങ്ങളും വാങ്ങുന്നതിനും വിതരണം ചെയ്യുന്നതിനും DDMS അപര്യാപ്തമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 2012 ഏപ്രിലിൽ പുതിയ സോഫ്റ്റ്വെയറായ ടോട്ടൽ ഓട്ടോമേഷൻ സൊല്യൂഷൻ ഫോർ KMSCL എന്ന ടാസ്കിലേക്ക് മാറിയത്. ഇന്ത്യന്റെ സ്വീകരിക്കൽ, മരുന്ന് വിതരണം, മരുന്ന് വാങ്ങൽ തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം ഓൺലൈൻ വഴി നടത്താമെന്നാണ് ടാസ്കിന്റെ ഗുണമേന്മയായി പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ നിരവധി അപാകതകൾ ചൂണ്ടിക്കാട്ടിയാണ് ടാസ്ക് ഒഴിവാക്കുന്നത്. സംസ്ഥാനത്തെ മരുന്ന് വിതരണ പട്ടിക അട്ടിമറിക്കപ്പെട്ടതിനു പിന്നിൽ സോഫ്റ്റ്വെയർ അപാകതയാണെന്ന ആരോപണം ഉയർന്നതോടെയാണ് പഴയ സോഫ്റ്റ്വെയറിലേക്ക് മടങ്ങുന്നത്. ഇരട്ടി ജോലിഭാരം വരുന്നതോടെ ഓഫ്ലൈൻ സോഫ്റ്റ്വെയറായ DDMSലേക്ക് പോകുന്നത് മരുന്ന് വിതരണത്തെ കൂടുതൽ ബാധിക്കും. കാരുണ്യ ഫാർമസി, 108 ആംബുലൻസ്, മരുന്ന് വാങ്ങൽ, മരുന്ന് വിതരണം, ആശുപത്രി ഉപകരണങ്ങൾ വാങ്ങൽ എന്നിവ ഉൾപ്പെടെയുള്ളവ ഈ ടെൻഡർ വഴിയാണ് നടന്നിരുന്നത്. ഓഫ്ലൈൻ സോഫ്റ്റ്വെയറിന്റെ ഉപയോഗം ആരോഗ്യമേഖലയിലെ പ്രവർത്തനം താളം തെറ്റിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. അതേസമയം ടാസ്ക് സോഫ്റ്റ്വെയർ നിർമ്മിച്ച കമ്പനിക്ക് നൽകേണ്ട 80 ലക്ഷം രൂപയിൽ 35 ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ നൽകിയത്. കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളാണ് സോഫ്റ്റ്വെയർ തകരാറിലാക്കിയതെന്നാണ് കമ്പനിയുടെ വാദം. മരുന്ന് ലോബികളെ സഹായിക്കാനും മരുന്ന് വിതരണം അട്ടിമറിക്കാനുമുള്ള നീക്കം ഇതിനു പിന്നിലുണ്ടെന്നും ആക്ഷേപമുണ്ട്. സഫീറ മഠത്തിലകത്ത്, മീഡിയ 1, തിരുവനന്തപുരം.